നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് വളരെ മുമ്പേ തന്നെ ഏറെക്കുറെ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നിരവധി വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു പ്രമുഖനാണ് CP റാഷിദ് എന്ന മലയാളി യുവാവ്. 40 വയസ്സുകാരനായ CP റാഷിദ് കോഴിക്കോട് നാദാപുരം നരിപ്പറ്റ സ്വദേശിയായ വ്യക്തിത്വമാണ്. CP റാഷിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമോ ഇത്തരത്തിൽ ഒരു കരിയറിൽ നിലനിൽക്കുന്ന വ്യക്തിത്വമോ അല്ല. തൻ്റെ ഒരു ഹോബി അല്ലെങ്കിൽ പാഷൻ എന്ന നിലയിലാണ് CP റാഷിദ് തെരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങൾ പുറത്തുവിടാറുള്ളത്. റാഷിദ് ആദ്യമായി ഒരു പ്രവചനം പുറത്തുവിടുന്നത് 2020 ഡൽഹി പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരുന്നു. തുടർന്നിങ്ങോട്ട് 2025 നടന്ന ബീഹാർ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഉൾപ്പെടെയുള്ള 17 തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് റാഷിദ് വളരെ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ളത്. റാഷിദിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് ഏതെങ്കിലും കവടി നിരത്തിയോ കണിയാൻ്റെ ബുദ്ധി ഉപയോഗിച്ചോ അല്ല, നേരെ മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത്, സംസ്ഥാനത്ത്, മണ്ഡലത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ പൊതുവെയും നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും തെരഞ്ഞെടുപ്പ് പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടും വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പോളിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വളരെ കാര്യത്തോടുകൂടി അവലോകനം ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം ഈ പ്രവചനങ്ങളൊക്കെ പുറത്തുവിടാറുള്ളത്. റാഷിദ് സീറ്റുകളുടെ എണ്ണം മാത്രമല്ല, ഓരോ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ മുന്നണികളും സമാഹരിക്കുന്ന വോട്ടിൻ്റെ ശതമാന കണക്ക് കൂടി തൻ്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളുടെ ആധികാരികത എന്ന് പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വളരെ കാര്യഗൗരവത്തോടുകൂടി സമീപിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും 2020 ഡൽഹി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം മുതൽ ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള 17 പ്രവചനങ്ങളിൽ CP റാഷിദിൻ്റെ 15 പ്രവചനങ്ങൾ വളരെ കൃത്യതയുള്ളതായിരുന്നു. അത്തരത്തിൽ റാഷിദിൻ്റെ ഈ മേഖലയിലെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 88% നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. റാഷിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ 17 പ്രവചനങ്ങളിൽ തീർത്തും തെറ്റിപ്പോയത് 2 തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളാണ്. അതിലൊന്ന് ഹരിയാനയിലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരുന്നുവെങ്കിൽ രണ്ടാമത് നടന്നത് കേരളത്തിലെ ചേലക്കര മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരുന്നു. മറ്റ് 15 തെരഞ്ഞെടുപ്പുകളിലും ഏറെക്കുറെ കൃത്യതയോടുകൂടി തന്നെ റാഷിദിന് കാര്യങ്ങൾ വിശദീകരിക്കുവാനും ഫലം മുൻകൂട്ടി പ്രവചിക്കുവാനും സാധിച്ചിട്ടുണ്ട്. റാഷിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് റാഷിദ് പ്രവചിച്ച അത്ര സീറ്റ് നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും റാഷിദ് പറഞ്ഞതുപോലെ തന്നെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി തന്നെയാണ് അധികാരത്തിലെത്തിയത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അദ്ദേഹം ഏറെക്കുറെ കൃത്യതയോടുകൂടി തന്നെ ഫലം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നതും ഷാഫി പറമ്പിൽ പരാജയപ്പെടുമെന്ന് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം എക്സിറ്റ് പോളുകളിലൂടെ വ്യക്തമാക്കിയപ്പോൾ 1,15,000 വോട്ടുകൾക്ക് ഷാഫി വിജയിക്കുമെന്നുമുള്ള ധീരമായ പ്രവചനവും CP റാഷിദ് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ റാഷിദ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ പടയാളികളുടെ കണ്ണിലെ കരടായി മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്. പലപ്പോഴും റാഷിദ് നടത്താത്ത പ്രവചനങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളാണ് എന്ന് പറഞ്ഞ് കെട്ടിവെക്കുകയും അത് തെറ്റിപ്പോയവയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാപകമായ സൈബർ അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും സംജാതമായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ 2026 കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CP റാഷിദ് ഇതുവരെ അവലോകനം ചെയ്ത് പ്രവചിച്ച തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. റാഷിദ് ആദ്യമായി പ്രവചിച്ചത് 2020 ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളായിരുന്നു. 2020 ഫെബ്രുവരി മാസം 11-ാം തീയതിയായിരുന്നു ഡൽഹിയിലെ വോട്ടെണ്ണൽ. റാഷിദ് പ്രവചനം പങ്കുവെച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് 2020 ഫെബ്രുവരി 9-നായിരുന്നു. റാഷിദിൻ്റെ ആ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രവചനം എത്തരത്തിലുള്ളതായിരുന്നുവെന്നും അത് റിസൾട്ടുമായി എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവെന്നുമുള്ളതാണ് ഇനി വ്യക്തമാക്കുന്നത്. 2020 ഫെബ്രുവരി 9-ാം തീയതി ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 62 മുതൽ 65 സീറ്റുകൾ നേടുമെന്നും BJP 5 മുതൽ 8 സീറ്റുകൾ നേടുമെന്നും കോൺഗ്രസ് സംപൂജ്യരാകുമെന്നുമായിരുന്നു റാഷിദ് പ്രവചിച്ചത്. യഥാർത്ഥ ഫലം പുറത്തു വന്നപ്പോൾ ആം ആദ്മി പാർട്ടി 62 സീറ്റുകൾ നേടി, BJP 8 സീറ്റുകൾ നേടി, കോൺഗ്രസിന് 1 സീറ്റും നേടുവാൻ സാധിച്ചതുമില്ല. അതുപോലെ തന്നെ കേരളത്തിൽ 2021 നടന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നത് മെയ് 2-ാം തീയതിയായിരുന്നു. എന്നാൽ ഏപ്രിൽ 30-ന് തന്നെ തൻ്റെ പ്രവചനങ്ങൾ റാഷിദ് പുറത്തുവിട്ടിരുന്നു. അത് എപ്രകാരമായിരുന്നു എന്നും ആക്ച്വൽ തെരഞ്ഞെടുപ്പ് ഫലവുമായി ഇത് എപ്രകാരം യോജിച്ചു പോകുന്നുവെന്നും നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം.
2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 96 മുതൽ 104 സീറ്റുകൾ വരെയും UDFന് 35 മുതൽ 43 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 1 മുതൽ 4 സീറ്റുകൾ വരെയുമാണ് റാഷിദ് പ്രവചിച്ചത്. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മെയ് 2-ാം തീയതി ഫലം പുറത്തു വന്നപ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF തുടർ ഭരണം നേടിയത് 99 സീറ്റുകൾ നേടിക്കൊണ്ടാണ്. UDFന് 41 സീറ്റുകളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇവിടെയും റാഷിദിൻ്റെ പ്രവചനങ്ങൾ 100% കൃത്യത പാലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. PT തോമസിൻ്റെ നിര്യാണത്തെ തുടർന്ന് 2022 തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും റാഷിദ് തൻ്റെ ഫലപ്രവചനവുമായി രംഗത്തെത്തിയിരുന്നു. ഈ ഫലപ്രവചനത്തിൽ റാഷിദ് പറഞ്ഞു വെച്ചിരുന്നത് UDF സ്ഥാനാർത്ഥി 19,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു. 25,000-ഓളം വോട്ടുകൾക്കാണ് ഉമാ തോമസ് വിജയിച്ചത്. റാഷിദ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെയും UDF സ്ഥാനാർത്ഥിയുടെയും വോട്ട് ശതമാന കണക്കടക്കം വളരെ കൃത്യതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവചിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. 2023 ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും വളരെ കൃത്യതയോടുകൂടി തന്നെ ഫലപ്രവചനം നടത്തുവാൻ റാഷിദിന് സാധിച്ചിട്ടുണ്ട്. പുതുപ്പള്ളിയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDF 57% മുതൽ 62% വരെ വോട്ട് നേടുമെന്നാണ് റാഷിദ് പ്രവചിച്ചത്. LDF 31 മുതൽ 36% വരെ വോട്ട് നേടുമെന്നും NDA 6.5 മുതൽ 10% വരെ വോട്ട് നേടുമെന്നും ചാണ്ടി ഉമ്മൻ 31,500-നും 39,000-നും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നുമായിരുന്നു റാഷിദിൻ്റെ പ്രവചനം. ഈ പ്രവചനം വളരെ കൃത്യതയോടുകൂടി തന്നെ ഫലം പുറത്തു വന്നപ്പോഴും നിലനിന്നു എന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. 37,719 വോട്ടുകൾ നേടിയാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചു കയറിയത്. UDF സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മന് 61.38% വോട്ടുകൾ നേടുവാൻ കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥിയായ ജെക്സി തോമസിന് കേവലം 32.49% വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കുവാൻ കഴിഞ്ഞത്. NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് ശതമാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇവിടെ ചെറിയ പാളിച്ച സംഭവിച്ചത്. 6.5 മുതൽ 10% വരെ വോട്ടുകൾ NDA സ്ഥാനാർത്ഥി നേടുമെന്ന് റാഷിദ് പ്രവചിച്ചിടത്ത് NDA സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ 5%-ലേക്ക് ചുരുങ്ങുന്നതും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ ഒരു സവിശേഷ കാഴ്ചയായിരുന്നു. 2020 ഡൽഹി തെരഞ്ഞെടുപ്പും 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും പോലെ തന്നെ റാഷിദ് കൃത്യമായി ഫലം പ്രവചിച്ച മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് 2023 കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഇവിടെയും കോൺഗ്രസിൻ്റെ വിജയവും വോട്ട് ശതമാനവും ഏറെക്കുറെ കൃത്യതയോടുകൂടി തന്നെ പ്രവചിക്കുവാൻ റാഷിദിന് സാധിച്ചിരുന്നു. റാഷിദിൻ്റെ പ്രവചന പ്രകാരം കോൺഗ്രസ് 129 മുതൽ 142 വരെ സീറ്റുകളും BJP 61 മുതൽ 76 വരെ സീറ്റുകളും JDS 17 മുതൽ 24 സീറ്റുകളും മറ്റുള്ളവർ 0 മുതൽ 3 സീറ്റുകളും നേടുമെന്നായിരുന്നു. ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന് 135 സീറ്റുകളും 43.2% വോട്ട് ഷെയറും ലഭിച്ചു. BJPക്ക് 66 സീറ്റുകളും 36.3% വോട്ട് ഷെയറും JDSന് 19 സീറ്റുകളും 13.4% വോട്ട് ഷെയറും മറ്റു മുന്നണികൾക്കായി 4 സീറ്റുകളും ഏറെക്കുറെ 7% വോട്ടുകളും സമാഹരിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ 2023 ഡിസംബർ മാസത്തിൽ നടന്ന തെലങ്കാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകളുടെ ഫലവും റാഷിദ് വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് പ്രവചിച്ചത്. തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ സീറ്റെണ്ണവും വോട്ട് ശതമാനവും അതുപോലെ തന്നെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും വിജയിച്ച BJPയുടെ വോട്ട് വിഹിതവും സീറ്റെണ്ണങ്ങളും വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് റാഷിദ് തൻ്റെ സമൂഹ മാധ്യമത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് വളരെ മുമ്പേ തന്നെ പങ്കുവച്ചിരുന്നത്. അത് എപ്രകാരമാണെന്ന് നോക്കുകയാണെങ്കിൽ റാഷിദിൻ്റെ പ്രവചനം അനുസരിച്ച് തെലങ്കാനയിൽ കോൺഗ്രസിന് 63 മുതൽ 72 വരെ സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു. BRS 39 മുതൽ 48 വരെ സീറ്റുകൾ നേടുമെന്നും അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി 6 മുതൽ 8 സീറ്റുകൾ നേടുമെന്നും BJP 3 മുതൽ 7 സീറ്റുകൾ വരെ നേടുമെന്നുമായിരുന്നു. തെലങ്കാനയിലെ ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് 64 സീറ്റും ചന്ദ്രശേഖർ റാവുവിൻ്റെ BRS 39 സീറ്റും BJP 8 സീറ്റും ഒവൈസിയുടെ പാർട്ടി 7 സീറ്റും നേടുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ BJP 119 മുതൽ 131 വരെ സീറ്റുകൾ നേടി 41%-നും 45%-നും ഇടയിൽ വോട്ട് വിഹിതം നേടി അധികാരത്തിലെത്തുമെന്നാണ് റാഷിദ് പ്രവചിച്ചത്. കോൺഗ്രസിന് 59 മുതൽ 70 വരെ സീറ്റുകളും 34% മുതൽ 39% വരെ വോട്ടും മറ്റുള്ളവർക്ക് 11 മുതൽ 18 സീറ്റുകൾ വരെയുമാണ് റാഷിദ് പ്രവചിച്ചത്. ഫലം പുറത്തു വന്നപ്പോൾ BJP 115 സീറ്റുകൾ നേടി, കോൺഗ്രസ് 70 സീറ്റുകൾ നേടി, മറ്റുള്ളവർ 5 സീറ്റുകൾ നേടി അവിടെ BJP ഭരണം ഉറപ്പിക്കുകയായിരുന്നു. സമാനമായി മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനത്തിലും റാഷിദിന് ഈ കൃത്യത പാലിക്കുവാൻ കഴിഞ്ഞു.
റാഷിദിൻ്റെ പ്രവചനം അനുസരിച്ച് BJP 124 മുതൽ 139 സീറ്റുകളും 41 മുതൽ 45.5% വരെ വോട്ടും നേടുമെന്നായിരുന്നു അദ്ദേഹം പ്രവചിച്ചിരുന്നത്. കോൺഗ്രസ് 89 മുതൽ 108 വരെ സീറ്റുകൾ നേടുമെന്നും 37-നും 40%-നും ഇടയിൽ വോട്ട് സമാഹരിക്കുമെന്നും മറ്റുള്ളവർക്ക് 3 മുതൽ 6 സീറ്റുകൾ വരെ ലഭിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം. ഫലം പുറത്തു വന്നപ്പോൾ BJP 163 സീറ്റുകളും 49% വോട്ടും സമാഹരിക്കുന്നതും കോൺഗ്രസ് 66 സീറ്റുകളും 40.8% വോട്ടുകളും സമാഹരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇവിടെ ഒരു സീറ്റാണ് നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. CP റാഷിദിനെ സംബന്ധിച്ചിടത്തോളം പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഫലം അദ്ദേഹം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി പ്രവചിച്ചിരുന്നു. അത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റേതായിരുന്നു. വടകരയിലെ ഒരു വോട്ടർ കൂടിയാണ് റാഷിദ് എന്നുള്ളതാണ് ഈ പ്രവചനത്തെ കൂടുതൽ കൗതുകകരമാക്കിയത്. നമുക്കറിയാം 2024 വടകരയിൽ വളരെ വാശിയേറിയ ഒരു പോരാട്ടമാണ് നടന്നത്. UDFന് വേണ്ടി ഷാഫി പറമ്പിൽ കളത്തിലിറങ്ങിയപ്പോൾ LDFന് വേണ്ടി KK ശൈലജ ടീച്ചറായിരുന്നു മത്സരത്തിനിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ വിവിധ എക്സിറ്റ് പോൾ നടത്തിയ ഏജൻസികൾ പുറത്തുവിട്ട ഫലത്തിൽ നേരിയ മേൽക്കൈയിൽ KK ശൈലജ ടീച്ചർ ജയിക്കുമെന്ന സൂചനകളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ റാഷിദ് അന്ന് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രവചനമാണ് പങ്കുവച്ചത്. റാഷിദിൻ്റെ പ്രവചനത്തിൽ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ 48.5% മുതൽ 53.5% വരെ വോട്ട് ഷെയർ നേടുമെന്നും LDF സ്ഥാനാർത്ഥിക്ക് കേവലം 40.5% മുതൽ 44% വരെ വോട്ട് ഷെയറെ നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നുമായിരുന്നു. ഷാഫി പറമ്പിൽ 88,500-നും 1,14,000-നും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു റാഷിദിൻ്റെ പ്രവചനം. ഫലം പുറത്തു വന്നപ്പോൾ ഷാഫി പറമ്പിൽ 1,14,506 വോട്ടുകൾക്കാണ് KK ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയത്. റാഷിദ് പറഞ്ഞതുപോലെ തന്നെ ഷാഫിക്ക് 49.65% വോട്ടുകളും ശൈലജ ടീച്ചർക്ക് 39.45% വോട്ടുകളും മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിച്ച CP റാഷിദിന് BJPയുടെ വിജയത്തിൻ്റെ ആധികാരികത പ്രവചിച്ചപ്പോൾ ചെറിയ പാളിച്ചകൾ സംഭവിച്ചു പോയി എന്നതാണ് യാഥാർത്ഥ്യം. BJP മഹാഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തുമെന്ന പ്രവചനമാണ് CP റാഷിദ് ആ ഘട്ടത്തിൽ പങ്കുവച്ചിരുന്നത്. റാഷിദിൻ്റെ പ്രവചനമനുസരിച്ച് BJPക്ക് 308 മുതൽ 327 വരെ സീറ്റുകളും NDA സഖ്യകക്ഷികൾക്ക് 36 മുതൽ 45 സീറ്റുകളും വരെ ലഭിക്കുമ്പോൾ കോൺഗ്രസിന് 56 മുതൽ 73 സീറ്റുകളാണ് അദ്ദേഹം പ്രവചിച്ചിരുന്നത്. മറ്റുള്ളവർക്ക് 108 മുതൽ 122 വരെ സീറ്റുകളും CP റാഷിദ് പ്രവചിച്ചിരുന്നു. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ BJP 240 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും കോൺഗ്രസ് 99 സീറ്റുകളിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CP റാഷിദിൻ്റെ സീറ്റുകൾ പ്രവചിച്ചതിൽ എണ്ണം തെറ്റിയപ്പോൾ പോലും അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ BJP അധികാരത്തിലെത്തുമെന്ന കാര്യം പ്രവചിച്ചിരുന്നു എന്നതും നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഫലം പ്രവചിച്ചപ്പോൾ ദേശീയ തലത്തിൽ സീറ്റെണ്ണം പ്രവചിച്ചതുപോലെയുള്ള ചെറിയ പാളിച്ച കേരളത്തിലെ പ്രവചനം നടത്തിയപ്പോഴും റാഷിദിന് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ UDF 14 മുതൽ 17 വരെ സീറ്റുകൾ നേടുമെന്നും LDF 3 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്നും NDA 0 മുതൽ 1 സീറ്റ് വരെ നേടുമെന്നുമായിരുന്നു റാഷിദിൻ്റെ പ്രവചനം. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ UDF 18 സീറ്റുകൾ വിജയിക്കുകയും LDF 1 സീറ്റിലേക്കും NDA 1 സീറ്റിലേക്കും വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു നേരിയ വ്യത്യാസം മാത്രമാണ് റാഷിദിൻ്റെ പ്രവചനത്തിൻ്റെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പൊതു സ്വഭാവം റാഷിദ് പ്രവചിച്ചതുപോലെ തന്നെയായിരുന്നു എന്നുള്ളത് ഈ പ്രവചനവും ആധികാരികമാണ് എന്ന് വിലയിരുത്തുവാൻ നമ്മളെ നിർബന്ധിതരാക്കുന്നു. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതിനു ശേഷം വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ജനവിധി നേടിയപ്പോഴും വോട്ടിംഗ് ശതമാനവും ഭൂരിപക്ഷവും ഏറെക്കുറെ കൃത്യതയോടുകൂടി തന്നെ പ്രവചിക്കുവാൻ CP റാഷിദിന് സാധിച്ചിരുന്നു. നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയുടെ ഈ വിജയം ഏറെക്കുറെ സുനിശ്ചിതമായിരുന്ന ഒരു കാര്യമാണെങ്കിലും ആ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിലും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലും റാഷിദ് പ്രവചനത്തിൽ പുലർത്തിയ കൃത്യത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനത്തെ വ്യത്യസ്തമാക്കുന്നത്. റാഷിദിൻ്റെ പ്രവചനം അനുസരിച്ച് UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധി 60.5% മുതൽ 63.5% വരെ വോട്ട് നേടുമെന്നായിരുന്നു. LDF 23.5%-നും 27%-നും ഇടയിൽ നിലനിൽക്കുമ്പോൾ BJP 8.5 മുതൽ 11.5% വരെ വോട്ട് നേടുമെന്നും പ്രിയങ്ക ഗാന്ധി 3,42,000 മുതൽ 3,80,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുമാണ് റാഷിദ് പ്രവചിച്ചത്. ഫലം പുറത്തു വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,10,931 ആയിരുന്നു. വോട്ടിംഗ് ശതമാനം 64.99 ആയിരുന്നു. LDF സ്ഥാനാർത്ഥിയായ സത്യൻ മൊകേരിക്ക് 22.08% വോട്ടുകളും BJP സ്ഥാനാർത്ഥിക്ക് 11.48% വോട്ടുകളും സമാഹരിക്കുവാൻ സാധിച്ചു.
അതിനാൽ തന്നെ ഭൂരിപക്ഷത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കണക്കിലെടുക്കുമ്പോഴും റാഷിദിൻ്റെ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനം UDFിൻ്റെ കാര്യത്തിലും LDFിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ NDAയുടെ കാര്യത്തിലും വയനാട്ടിൽ കൃത്യമായിരുന്നു എന്ന് നാം വിലയിരുത്തേണ്ടി വരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ഏറെക്കുറെ 10,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്ന പ്രവചനമായിരുന്നു റാഷിദ് പങ്കുവച്ചത്. ഈ പ്രവചനത്തിൻ്റെ ഭൂരിപക്ഷ കണക്കുകളെയും അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം 18,000-ഓളം വോട്ടുകൾക്കാണ് ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത്. റാഷിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ പ്രവചിച്ച മറ്റൊരു ഫലം എന്ന് പറയുന്നത് 2025 നടന്ന ബീഹാർ പൊതു തെരഞ്ഞെടുപ്പിൻ്റേതായിരുന്നു. ബീഹാറിൽ NDA സഖ്യം 42 മുതൽ 45% വരെ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് 164-നും 176-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്നാണ് റാഷിദ് പ്രവചിച്ചത്. അവിടെ പ്രധാന പ്രതിപക്ഷമായിരുന്ന MGB അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യം 62 മുതൽ 73 വരെ സീറ്റുകൾ നേടുമെന്നും 31% മുതൽ 34% വരെ വോട്ട് നേടുമെന്നുമായിരുന്നു അദ്ദേഹം വിലയിരുത്തിയത്. ജൻ സ്വരാജ് പാർട്ടിക്ക് 7 മുതൽ 12 വരെ സീറ്റുകൾ നേടാൻ കഴിയുമെന്നും 11.5-നും 15%-നും ഇടയിൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. മറ്റുള്ളവർക്ക് 4 മുതൽ 7 സീറ്റുകൾ വരെയാണ് റാഷിദ് പ്രവചിച്ചത്. ഫലം പുറത്തു വന്നപ്പോൾ NDA 202 സീറ്റുകൾ നേടിയാണ് അധികാരമുറപ്പിച്ചത്. അവിടെ MGB സഖ്യത്തിന് കേവലം 35 സീറ്റുകളാണ് ലഭിച്ചത്. ഇവിടെയും റാഷിദിന് BJPക്ക് അനുകൂലമായ വലിയൊരു ട്രെൻഡ് പ്രവചിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും സമഗ്രവും ആധികാരികവുമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി BJP സഖ്യം അല്ലെങ്കിൽ NDA സഖ്യം അധികാരത്തിലെത്തുമെന്ന് കൃത്യതയോടുകൂടി പ്രവചിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. റാഷിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം പാളിപ്പോയ പ്രവചനമെന്ന് പറയുന്നത് ഹരിയാനയിലെ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു. മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചതുപോലെ തന്നെ ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ വലിയൊരു വിജയമാണ് റാഷിദ് എന്ന് പ്രവചിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിലെ ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വന്ന സൂചനകളും ഇതുതന്നെയാണ് വ്യക്തമാക്കിയത്. റാഷിദ് പ്രവചിച്ചിരുന്നതുപോലെ ഒരു വിജയം ഹരിയാനയിൽ കോൺഗ്രസിന് ലഭിക്കാതെ പോയതുമായി ബന്ധപ്പെട്ട് അനവധി തെളിവുകളും വലിയ ആരോപണങ്ങളും പുകമറയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തിവിട്ടതും ഈ ഘട്ടത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. റാഷിദിനെ സംബന്ധിച്ച് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റാഷിദിന് പാളിപ്പോയ മറ്റൊരു പ്രവചനം ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന പ്രവചനമാണ് റാഷിദ് അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നത്. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ LDF സ്ഥാനാർത്ഥിക്കായിരുന്നു ചേലക്കരയിൽ വിജയം നേടുവാൻ സാധിച്ചത്. റാഷിദിൻ്റെ ചേലക്കരയിലെ പ്രവചനം നോക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി 41% മുതൽ 44.5% വരെ വോട്ട് നേടുമെന്നും LDF സ്ഥാനാർത്ഥി 40.5% മുതൽ 43% വരെ വോട്ട് നേടുമെന്നും BJP 12% മുതൽ 16% വരെ വോട്ട് നേടുമെന്നുമായിരുന്നു പ്രവചനം. ഇവിടെ 1850-നും 4400-നും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് റാഷിദ് പ്രവചിച്ചു. എന്നാൽ ഇവിടെ റാഷിദിൻ്റെ പ്രവചനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് 41.44% വോട്ട് നേടി UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ CPM സ്ഥാനാർത്ഥിയായ UR പ്രദീപ് പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 12,201 വോട്ടുകളുമായിരുന്നു. എന്നാൽ ഇവിടെ റാഷിദിൻ്റെ പ്രവചനം പരാജയപ്പെട്ടു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് ശതമാനം പ്രവചിക്കുന്നതിൽ സംഭവിച്ചു പോയ പാളിച്ചയാണ്. റാഷിദ് BJPക്ക് വിലയിരുത്തിയിരുന്നത് 12 മുതൽ 16% വരെ വോട്ടുകളായിരുന്നുവെങ്കിൽ BJP സ്ഥാനാർത്ഥിക്ക് 21.49% വോട്ട് സമാഹരിക്കുവാൻ സാധിച്ചു. ചേലക്കരയുമായി ബന്ധപ്പെട്ട് റാഷിദിൻ്റെ പ്രവചനം പാളിയതുപോലെ തന്നെയായിരുന്നു പൊതു രാഷ്ട്രീയ വിശകലന ഏജൻസികൾക്കും പാളിച്ചകൾ സംഭവിച്ചത്. ഇവിടെ BJPയുടെ വോട്ട് ശതമാനത്തിനുണ്ടായിട്ടുള്ള വർധനവ് ഒരു ഘട്ടത്തിലും പ്രവചിക്കുവാൻ രാജ്യത്തെയോ കേരളത്തിലെയോ ഒരു തെരഞ്ഞെടുപ്പ് ഏജൻസിക്കോ ഒരു തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ 2 തെരഞ്ഞെടുപ്പുകളിലെ പ്രവചനം പാളിയതൊഴിച്ചാൽ ആകെ നടത്തിയ 17 തെരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങളിൽ 15 വളരെ കൃത്യതയോടുകൂടി തന്നെ പ്രവചിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവാചകരിൽ വളരെ ആധികാരികമായും സമഗ്രമായും തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി പ്രവചനം നടത്തുവാൻ കഴിയുന്ന ഒരു സവിശേഷ വ്യക്തിത്വമായി 40-കാരനായ റാഷിദ് CP എന്ന മലയാളി യുവാവ് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ റാഷിദുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിപരമായ മേന്മയെ ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ പോരാളികൾ പല പ്രവചനങ്ങളുടെയും ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുവാൻ ശ്രമിക്കുന്നത് നാം കാണാറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ റാഷിദ് നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ ഏതൊക്കെയാണെന്നും അവയിൽ ഏതെല്ലാം ശരിയായി ഏതെല്ലാം പാളിപ്പോയി എന്നുള്ളതും വിശദീകരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.